സ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആവാപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ വാഴും ആത്മാവേ ഉയരണമേ എന്നിൽ ഉയരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. 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 സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്കിരിക്കാം. താങ്ക് യു. ആ സൈഡിൽ തുറക്കാൻ പറ്റില്ല. തുറന്നിട്ട് കുറച്ചില്ല. വേണ്ട വേണ്ട, ഇതിനൊക്കെ ഒത്തിരി ഫ്രഷ് എയർ ഒന്ന് പാസ് ചെയ്യാനാണ്. സോറി. ഹീറ്റിംഗ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങ് ചൂടാണ്. നമ്മൾ ഇന്നലെയും ഇന്നും ഇതുവരെ കേട്ട കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഉൾക്കാഴ്ചകൾ കേട്ടപ്പോൾ ഉണ്ടായത് വന്ന് പങ്കുവെക്കണം നല്ലതാണ്. ഈ വളർച്ചാ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല പ്രഘോഷിക്കേണ്ടത്. നിങ്ങൾ പ്രഘോഷിച്ചാലേ നിങ്ങൾ വളരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാത്രം പ്രഘോഷിച്ചാൽ ഞാൻ മാത്രമേ വളരുള്ളൂ. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ ഈ മയക്ക് പിടിച്ചാൽ നിങ്ങളും എൻ്റെ മാതിരി തന്നെ ആവും.
അങ്ങനെ ആവണമെന്നുള്ളവര് വേഗം വായി. ഒരുപാട് പ്രഘോഷിക്കണ്ട. നിങ്ങളുടെ അത്യാവശ്യം ഇവിടെ ഈ ധ്യാനത്തിന്റെ ഉൾക്കാഴ്ചകളെ സംബന്ധിച്ചുള്ള പ്രഘോഷണമാണ് ഇപ്പോ കേട്ടോ. അത്യാവശ്യം പ്രൈസ് ദി ലോർഡ്. കൊളോസ്യസ് 3:17 ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പിതാവിന് കൃതജ്ഞ ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് എനിക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താനായിട്ട് തന്ന എല്ലാ ഈ നിമിഷങ്ങളെ ഓർത്തു നന്ദിയും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പം ബ്രദറിനോട് അത് പങ്കുവെച്ചിരുന്നു. അപ്പം ബ്രദർ തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ വചനത്തിന്റെ ആ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് സഹോദരൻ അത് ഇവിടെ പറയണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് അനുവദിച്ച സമയമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണത്. ഈ ഡിസംബർ 22-ാം തീയതി വെളുപ്പിനെ എന്നെ ഒരു ദർശനത്തിൽ എഴുതി കാണിക്കുകയാണ്. ഇങ്ങനെയാണ് എഴുതി കാണിച്ചത്, അത്യുന്നതനാം ത്രിയേക ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എന്നിട്ട് അത് പെട്ടെന്ന് ഒരു പാട്ട് പോലെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആ പാട്ട് ഇങ്ങനെയായിരുന്നു, അത്യുന്നതനാം ത്രിയേക ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇങ്ങനെ അതിങ്ങനെ ഞാൻ ഉറക്കത്തിലാണ്, പാതി മയക്കത്തിലാണ്, എനിക്കതിനെ അറിയത്തില്ല, ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വ്യക്തി എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റും, അത്രയ്ക്കും ഗ്ലോറി, പ്രകാശത്തിൽ നിറഞ്ഞൊരു വ്യക്തി. അതും വളരെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ സഹോദരൻ പോലീസുകാരനോട് ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴത്തേന് ഈ വ്യക്തി എനിക്കിങ്ങനെ മുഖാമുഖം എനിക്ക് കാണാം. വൈറ്റ് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറയുകയാണ്, നീ ഇത് ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കരുത്, പാട്ടിൻ്റെ രൂപത്തിൽ. എന്നിട്ട് പറയാം, ഇനിയും നിനക്ക് ഞാൻ കൂടുതലായിട്ട് തരും. ഹല്ലേലൂയ, ആമേൻ. ഇത്രയും പറഞ്ഞു ആ വ്യക്തി പോയി, മാറിപ്പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ഞാൻ അതും കൂടെ പറഞ്ഞു തരികയാണ്. പ്രാർത്ഥനാ വിഷയങ്ങളാണ് അത്. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ചർച്ച്, നമ്മുടെ സമൂഹമാണ്. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനും കൂടെയാണ് ഇത് പറയുന്നത്. പെട്ടെന്ന് എന്നെ എഴുതി കാണിച്ചു, റോസമ്മ. റോസമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ 73 വയസ്സുണ്ട്. കുറേ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കർത്താവ് നയിക്കുന്നു. അവർ 2 ഡാഡിയും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് എന്നെ എഴുതി കാണിക്കുക, ക്യാൻസർ രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും നീ ഒരു വിശുദ്ധ ബലി അർപ്പിക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ എഴുതി കാണിക്കുക, ക്യാൻസർ രോഗത്താൽ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ഒരു വിശുദ്ധ ബലി അർപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ കത്തീഡ്രൽ പള്ളിയിൽ പോയി ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി, നിയമത്തിന് വേണ്ടി വിശുദ്ധ കുർബാനയ്ക്കുള്ള ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പിതാവിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ആമേൻ. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. ഇവിടെ പറയാൻ പറഞ്ഞത് ഇതാണ്, വരദാനങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത് ഇല്ലേ? നമ്മളിലുള്ള വരദാനങ്ങളിലാണ് ഒന്ന് ഈ ദർശനത്തിലൂടെയും എഴുതി കാണിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വരമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഒരു പ്രവർത്തനം ദൈവത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തി തരിക എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് ഉള്ള വെളിപാട്. നമുക്ക് മനുഷ്യ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുക സാധ്യമല്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ആദ്യപടി ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനം. അപ്പൊ നമ്മളെ ദർശനവരങ്ങൾ എന്ന് പറയും. ദർശനവരങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപാട് വരങ്ങൾ. അതിൽ 3 വരങ്ങളാണ് പ്രധാനം. ഒന്ന് ഈ ദർശനം ഇങ്ങനെ കാണുന്നത്, പിന്നെ ഒന്ന് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ, വിസ്ഡം, മറ്റൊന്ന് ആത്മാക്കളെ വിവേചിക്കുന്ന വരം. ഇതെല്ലാത്തിൻ്റെയും ഒരു ഉദ്ദേശം, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചു, അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ആത്മസ്ഥിതി നമുക്ക് വെളിപ്പെടുത്തി തരാം. പക്ഷെ അതിനേക്കാളും ഉപരി ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അങ്ങനെ ഒരു വെളിപാടാണ്. വെളിവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്
നമ്മൾക്ക് ദൈവം തന്നെ നൽകുന്നതിനാണ് വെളിവെന്ന് പറയുന്നത്. ഈ മലങ്കര കുർബാനയിലൊരു ഗാനം, വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിനടിയാരകില ഹാരമതാ വെളിവും നീ കാഞ്ഞാഞ്ഞങ്ങളെ നീ കതിരെ ചോവിപ്പിക്കും. പാട്. ഓക്കെ. അപ്പൊ കാട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ മതി. നമുക്ക് അതിന്റെ ആദ്യത്തെ ഒരു ലൈൻ കിട്ടിയാലും മതി. ഏതാ? വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിലൂടെ കിട്ടുന്നതാണ് വെളിവ്. ആ വെളിവാണ് ഈ വെളിപാടിന്റെ പുസ്തകം. കണ്ടോ? വെളിപാടിന്റെ പുസ്തകം. വെളിവ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ നമ്മൾ ഈ വരദാനങ്ങളിൽ പ്രധാനമായിട്ട് ആഗ്രഹിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടണം. ശ്രദ്ധിക്കാം. ഇത് പറ്റി ആ വാല് ഇല്ല, ലൈറ്റൊക്കെ വേണം. എയറല്ലേ, വെന്റിലേഷൻ പോലെ തുറന്നിട്ടോ. ഇത് തുറന്നിട്ടോണ്ട് മാത്രം പോരാ, അതും തുറന്നിടണം. അപ്പോൾ ശരിയാണ്. ആ വാതിൽ കുറച്ച് തുറന്നിട്ടോ, ഫ്രണ്ടിലെ ഡോർ കുറച്ച് തുറന്നിട്ടോ, അപ്പോഴേ ഒരു ക്രോസ് വെന്റിലേഷൻ ഉണ്ടാവുള്ളൂ. യെസ്, ആനന്ദിക്കട്ടെ. കൂടുതൽ തുറക്കണ്ട, കാരണം അതാണ് പ്രശ്നം. അല്ല, അതൊക്കെ ശരിയായിക്കോളൂ. ഇങ്ങോട്ട് പോരെ. നമ്മൾ കുറച്ച് സഹിച്ചിരിക്കേ. ഇവിടെ തണുപ്പ് കാലത്താണ്. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞ് ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മളുടെ പ്രധാന ഒരു പ്രശ്നം എല്ലാ ഡിസ്റ്റർബൻസിന്റെ മധ്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഡിസ്റ്റർബൻസുകളെല്ലാം ഒന്ന് സഹിക്കും. മനസ്സിലായോ? നമുക്കൊരിത്തിരി ഇപ്പം ഇവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും വ്യത്യസ്ത ക്ലൈമറ്റാണ് ആവശ്യം. അപ്പോൾ ഇത് നമ്മുടെ ആരാധന സെൻറ്ററിലുള്ള ഒരു പ്രശ്നമാണ്. ഒരു 2 പേര് താമസിക്കുന്ന മുറിയിൽ ഒരു ചേച്ചിക്ക് നല്ല തണുപ്പ് വേണം, ഒരു ചേച്ചിക്ക് നല്ല ചൂട് വേണം. ചൂടാകുമ്പോൾ ആ ചേച്ചി പോയിട്ട് അത് ഓഫ് ചെയ്യും. അപ്പോൾ മറ്റേ ചേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് തണുത്തിട്ട് അവരത് ഈ രാത്രി മുഴുവൻ ഇങ്ങനെ ഓൺ ഓഫ് ആക്കി നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളങ്ങ് സഹിച്ചേ. ഇത്തിരി ചൂടുണ്ടെങ്കിൽ അത് സഹിക്കും, തണവുണ്ടെങ്കിൽ എന്നിട്ട് ഇനി കംപ്ലീറ്റ് നമ്മൾ ഈ കേൾക്കുന്ന കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് സമയമില്ല. നമ്മൾ 9 ദിവസത്തെ ധ്യാനമല്ല ഇത്, 5 ദിവസത്തെ ധ്യാനമല്ല, വെറും 2 ദിവസത്തിൻ്റെ അകത്ത് കർത്താവ് യുഗാന്ത്യം വരെയുള്ള സാധനം മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് സാധിക്കും. പക്ഷെ നമ്മൾ അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് സഹിച്ച് ഇരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ദൈവത്തിൻ്റെ സർവാധിപത്യത്തെക്കുറിച്ചുള്ള വെളിവ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഈ ശക്തി ജ്വലിക്കുകയുള്ളൂ. ശക്തി ജ്വലിക്കണം. നമ്മൾ കിടന്ന് വെച്ചെടുത്തുകൊണ്ടോ ബലമുണ്ടാക്കിയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും ഇത് വരാൻ പോണില്ല. വിശ്വാസത്തിൻ്റെ ലെവലിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ കുറേ കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശക്തമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവികമായി, ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ടില്ലേ, നമ്മുടെ ശരീരം ഉയർക്കുമോ, നല്ലൊരു പോയിൻ്റാണ് അത്. പക്ഷെ നമുക്ക് മനസ്സിലായി അത് ഉയർക്കും എന്നുള്ളത്. അപ്പോൾ
അങ്ങനെ ഒരാളെ കർത്താവിന് ഉപയോഗിക്കാം. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ആർട്ടിക്കിൾ. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഇത് രണ്ടിലും വിശ്വാസം പൂർണ്ണമായിട്ടില്ലാത്ത ഒരാൾക്ക് ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുമോ? മനസ്സിലാണല്ലോ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈശോ ഒരു വചനം വളരെ സ്ഥായിയായ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തി അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റും. ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക്. ഒന്നെല്ലാവരും ശബ്ദമുയർത്തുന്ന പറഞ്ഞ്, വിശുദ്ധ ലിഖിതങ്ങളോ, മാർക്ക് ചാപ്റ്റർ 12:24.